നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ, എന്തിനാ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചത്? അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്നല്ലേ പറഞ്ഞത്? സാറേ, ഇത് കുഞ്ഞുകളിയല്ല. വളരെ അത്യാവശ്യമാണെങ്കിൽ ചിലപ്പോൾ വിളിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ഇപ്പൊ എന്താണ് പ്രശ്നം? മാർക്കറ്റ് മുഴുവൻ പോലീസ് അരിച്ചു പറക്കുന്നുണ്ട് സാറേ. ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസർക്ക് മാർക്കറ്റിനകത്ത് നിന്ന് ഇവിടേക്ക് വരാൻ അധികം സമയം വേണ്ടി വരില്ലെന്ന് സാറിനറിയാമല്ലോ. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. ഒന്നും കാണാതെയല്ല ഞാൻ അവനെ ഒളിപ്പിക്കാൻ ആ സ്ഥലം തന്നെ തെരഞ്ഞെടുത്തത്. സാറ് പറയും പോലെ അല്ല കാര്യങ്ങൾ. പോലീസ് ഇവിടെ എത്തും മുമ്പ് രാജുവിനെ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ സാറേ. ആലോചിക്കാം. രാജുവിന്റെ ഫോൺ കയ്യിലുണ്ടോ? ഉണ്ട്. എന്താ സാറിന്റെ തീരുമാനം? ഞാൻ ഉടനെ അവിടേക്ക് വരാം. എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ശരി സാർ. പിന്നെ ഇനി ഈ ഫോണിലേക്ക് വിളിക്കരുത്. ഇല്ല സാർ. പവിയേട്ട, ചായ. എന്താ പ്രശ്നം? ആ മിന്നൽ രാജുവിനെ ഉടനെ അവിടെ നിന്ന് മാറ്റി പറ്റൂ. ഇനി എങ്ങോട്ടാ മാറ്റുന്നേ? ആ മാർക്കറ്റിന് പുറത്തുള്ള മറ്റെവിടേക്കെങ്കിലും. അതിനു പറ്റിയൊരു സ്ഥലം കണ്ടെത്തണം. ഞാനേ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. പെട്ടെന്ന് വരാം. അനിയത്തിയുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ? ദർശന പേടിക്കണ്ട. പണ്ട് നിഖിൽ വലിയ ഫ്രോഡൊക്കെ ആയിരുന്നു. ഇപ്പൊ കാലം മാറിയില്ലേ? വിദേശത്തൊക്കെ പോയപ്പോ അവന്റെ സ്വഭാവം മാറി. ഇനി അഥവാ മാറിയില്ലെങ്കിൽ തന്നെ കല്യാണം കഴിയുമ്പോ അതൊക്കെ നേരെ ആയിക്കോളും. എല്ലാം ദർശനയുടെ അനിയത്തിയുടെ ഭാഗ്യം. പവിസാർ എന്നെ പരിഹസിക്കുകയാണോ? അയ്യോ, ദർശനെ പരിഹസിക്കാൻ ഞാൻ ആരാ? മരുവത്തൂരിലെ മരുമകളെന്ന വലിയ പട്ടം തലയിൽ കിരീടമായിട്ട് കൊണ്ടു നടക്കുന്ന ആളല്ലേ. തന്റെ മുമ്പില് ഞങ്ങളൊക്കെ ആരാ? എന്തായാലും തന്റെ അനിയത്തി ഭാഗ്യവതിയാ. അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തവരാണെങ്കിലും രാജയോഗമുണ്ട് ദർശനയുടെയും അനുജത്തിയുടെയും ജാതകത്തില്. ആ സത്യം. മരുവത്തൂരിലെ മരുമക്കളായി വന്നു കയറാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ രണ്ടുപേർക്കും. എന്റെ അനിയത്തിയെ നിഖിലിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു. അവൾ ഇപ്പോഴും അത് മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല. എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് സമ്മതിച്ചുവെന്ന് മാത്രം. ഈ കല്യാണാലോചന ഇത്രയും ആകാൻ കാരണം നിങ്ങളാ. ഞാനോ? അതെ. പെണ്ണുകാണൽ മുടങ്ങിപ്പോയ ആ ചടങ്ങിൽ വെച്ച് യതിസാറിനെ നിങ്ങൾ വെല്ലുവിളിച്ചതുകൊണ്ടാ യതിസാറ് ആ വെല്ലുവിളി ഏറ്റെടുത്തതും ഇപ്പോ ഈ ആലോചന വിവാഹ നിശ്ചയം വരെ എത്തിയതും. എന്റെ അനുജത്തിയെ കണ്ണീര് കുടിപ്പിക്കാനുള്ള നിങ്ങളുടെ തന്ത്രമാണോ ഇതിന് പിന്നിലെന്ന് എനിക്ക് സംശയമുണ്ട്. അവനെപ്പോലൊരു ഫ്രോഡിനെ എന്റെ അനിയത്തിയുടെ തലയിൽ മനഃപൂർവ്വം നിങ്ങൾ കെട്ടിവെക്കുകയായിരുന്നോ? അയ്യോ, ദർശൻ എന്തൊക്കെയാ പറയുന്നത്? എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അഞ്ജനയ്ക്ക് നല്ലൊരു വരനെ തന്നെയാ കിട്ടിയത്. നിശ്ചയം തീരുമാനിച്ചിട്ടല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് വേണ്ടാന്ന് വെക്കാൻ ഇനിയും സമയമുണ്ട്. അയ്യോ, അതിന് കഴിയില്ല. കാരണം ഇത് മരുവത്തൂരിലെ സുമംഗല തങ്കച്ചി തീരുമാനിച്ച വിവാഹ. ഈ കല്യാണം നടന്നു കാണാനുള്ള ഏറ്റവും വലിയ ആഗ്രഹവും ചേച്ചിക്ക. എന്തായാലും
എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. അയ്യോ, എനിക്ക് ഓഫീസിലെ കുറച്ച് പണിയുണ്ട്. ആ ശരി. വാടാ. പവ്യങ്ങൾ എന്താ പറഞ്ഞിട്ട് പോയത്? ഈ കല്യാണാലോചന ഒരു ഗൂഢാലോചനയായിരുന്നു രൂപേഷേട്ടാ. ഗൂഢാലോചനയോ? ആരുടെ ഗൂഢാലോചന? പവിസാറിന്റെ ഗൂഢാലോചന. എന്റെ അനിയത്തിയുടെ തലയിൽ നിഖിലിനെ പോലൊരു ഫ്രോഡിനെ കെട്ടിവെക്കാനുള്ള തന്ത്രമായിരുന്നു. എന്റെ അനിയത്തിയുടെ കണ്ണുനീര് കാണാൻ. അതോർത്ത് താൻ വിഷമിക്കണ്ട. ചോട്ടുവിന്റെ ജീവിതത്തിന് ഒരു കുഴപ്പം വരാതിരിക്കാനാ നമ്മളൊക്കെ ഇവിടെ ഉള്ളത്. ചോട്ടിന് ദോഷം വരുന്നൊന്നും സുമാരമ്മ ചെയ്യില്ല. അത് മാത്രമല്ല, നിഖിൽ അമ്മയ്ക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്, ചോട്ടിനെ ഒരിക്കലും കരപ്പിക്കില്ല എന്ന്. ആ വാക്ക് അവൻ പാലിക്കുമെന്ന് എന്താ ഉറപ്പ്? എങ്ങനെയെങ്കിലും ഇതൊന്നും മുടങ്ങണമെന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. ദർശനെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചോട്ടുവിനും വിഷവും വരുന്ന ഒന്നും ചെയ്യാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഏട്ടന്റെ സ്ഥാനത്ത് നിന്നല്ല, ചോട്ടുവിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ തരുന്ന വാക്കായത്. എന്തായാലും അടുത്ത് തന്നെ ദർശനക്ക് IPS കിട്ടും. ഒരു IPSകാരോട് അനിയത്തെ കണ്ണീര് കുടിപ്പിക്കാൻ ആർക്ക് ധൈര്യം വരും? താൻ ധൈര്യമായിട്ടിരിക്കടോ, എല്ലാം ശരിയാവുന്നേ. അല്ല, എന്താ സാറേ മാർക്കറ്റിൽ കിടന്നൊരു കറക്കം? പുതിയ വല്ല കേസുമാണോ? വണ്ടി അങ്ങോട്ട് നോക്കിയിട്ട്. ഞാനേ ആ മിന്നൽ രാജുവിനെ ഒന്ന് പൊക്കാനായിട്ട് ഇറങ്ങിയതാ. അവനെ ആരോ ഒളിപ്പിച്ചിരിക്കുകയാണോ എന്നാ എന്റെ സംശയം. എൻ്റെ പൊന്നു സാറേ, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പോലീസുകാരോട് വലിയ ബഹുമാനമാണ്. ഈ യൂണിഫോമൊക്കെ ഇട്ട് രാവെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. ഇനി കഷ്ടപ്പെട്ട് ഏതെങ്കിലും പ്രതിയെ പിടിച്ച് കോടതിയിൽ എത്തിച്ചാലോ? ഏതെങ്കിലും ഒരു നല്ല വക്കീൽ വന്ന് ജാമ്യത്തിൽ എടുത്തങ്ങ് കൊണ്ടുപോകും. എന്ന് വെച്ച് പ്രതിയെ പിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പവിത്ര സാറേ. അത് ശരിയാ. എൻ്റെ എന്തെങ്കിലും സഹായം വേണോ? വേണമെങ്കിൽ ഞാൻ പറയാം. ഞാൻ മാർക്കറ്റിൽ എൻ്റെ ഓഫീസിലുണ്ടാവും സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ അങ്ങോട്ട് വന്നാൽ മതി. ചിലപ്പോ വരേണ്ടി വരും. സാറിന്റെ സഹായം ചിലപ്പോ വേണ്ടിയും വരും. അപ്പൊ ഞാൻ തീർച്ചയായും സാറിന്റെ ഓഫീസിലേക്ക് തന്നെ വരും. വെൽക്കം സാർ. ശരി. സാറേ, മാർക്കറ്റ് മുഴുവൻ പോലീസ് പരിശോധിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഇവനെ ഇവിടെ നിന്ന് മാറ്റുന്നത് റിസ്ക്കാണ്. ഇവന്റെ മൊബൈലോടെ തരാം സാർ. ഇതാ സാർ. ഇവനെ ബോധം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏയ്, ഇനിയിപ്പോ ഇവന് ബോധം വരുമെന്ന് തോന്നുന്നില്ല. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറയാം. ശരി സാർ.